പ്പോൾ ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. ഇതുവരെ 45 പേർ കൊല്ലപ്പെട്ടു. രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കെതിരെയും റസ പഹ്ലാവിക്ക് അനുകൂലവുമായാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ കൂടുതൽ പ്രക്ഷോഭകർ തിരിയുന്നു. സാഹചര്യം കൂടുതൽ രൂക്ഷമാവുകയാണല്ലേ? തീർച്ചയായും ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇറാനിലെ സ്ഥിതി അതിസങ്കീർണമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതുവരെ ഈ ഒരു പ്രതിഷേധത്തിൽ, ഈ ഒരു ഏറ്റുമുട്ടലിൽ 45 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രക്ഷോഭകർക്കെതിരെ അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർക്ക് നേരെ അവർക്കെതിരെ ആക്രമണം തുടർന്നാൽ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇറാനിൽ തങ്ങളുടെ ഇടപെടലുണ്ടാകും. അതിൻ്റെ ശക്തമായ ഒരു തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള ചില മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴും വീണ്ടും വ്യാപകമായ തോതിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ നടക്കുന്നതും നിരവധി പേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അനുസരിച്ച് ഇപ്പോൾ മറ്റൊരു ചില അഭ്യൂഹങ്ങൾ കൂടി ശക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതായത് ഒരു സൈനിക നടപടിയിലേക്ക് ഇറാനെ ലക്ഷ്യമാക്കി മധ്യപൂർവ്വദേശത്തിലേക്ക്, മധ്യേഷ്യയിലേക്ക് ഇത്തരത്തിൽ US-ന്റെ യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളുണ്ട്. അത് ഇറാനെ ലക്ഷ്യമാക്കി തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്ത് വന്നതെങ്കിൽ, അതായത് 14C-17 ഗ്ലോബ് മാസ്റ്റർ കാർഗോ ജെറ്റുകളും 2 സായുധ AC-130J ഗ്ലോബ്സ് റൈഡർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രകാരം. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്കു വിമാനമായ C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും ഈ ഒരു സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്.